ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഒരു ഹൈപ്പും ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശിവശങ്കര മേനോനും നമ്മുടെ അലീനയും തമ്മിലുള്ള സംഭാഷണമാണ്. അങ്ങനെ ശിവശങ്കര മേനോൻ അലീനയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും തന്റെ മകനെ രക്ഷിക്കണം എന്ന് പറയാനായിട്ട്. ഏതായാലും ശിവശങ്കര മേനോൻ പറഞ്ഞു തന്റെ മകൻ പോസ്റ്റ് കേസിലെ പ്രതിയല്ല എന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ ഒരു വിശ്വാസം തന്റെ മകനെ കുറിച്ച് അങ്കിളിനുണ്ടെങ്കിൽ അങ്കിള് നിയമത്തിന്റെ സഹായം തേടത്തില്ലേ, സത്യം വിളിച്ച് പറയത്തില്ലേ എന്ന് ചോദിച്ചപ്പം ശിവശങ്കര മേനോൻ പറഞ്ഞത്, അത് പിന്നെ പോലീസ് ഈ കേസിനെ കെട്ടുറപ്പ് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയല്ലേ, ചമഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയല്ലേ, അതൊന്നും പൊളിച്ചെടുക്കി കൈ കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, പിന്നെ എന്താണ് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യം സാറിന്റെ അല്ല സാറിനല്ല അങ്കിളിന്റെ മകൻ പ്രതിയല്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പോസ്കോ കേസിലെ. അത് എന്തുകൊണ്ട് പ്രതി ആയില്ല? അത് ശരണ്യ കാരണമാണ്. അവള് സമ്മതിച്ചില്ല. അവൾ ഒന്നിനും സമ്മതിക്കാത്തത് കൊണ്ട് അവളെ എന്ത് ചെയ്തു? വിളിച്ചു വരുത്തി മയക്കുമരുന്ന്, അതായത് എന്തോ മയക്കുപൊടിയെ വെള്ളത്തില് ജ്യൂസിൽ കലക്കി കൊടുത്തിട്ട് ചെയ്തത്. അവള് സമ്മതിച്ചിരുന്നു എങ്കിൽ, അവള് എന്തെങ്കിലും വിധേയന സമ്മതിച്ചിരുന്നു എങ്കിൽ അവളെ പണ്ട് മുതലേ ദുരുപയോഗം ചെയ്തേനെ. അപ്പം പോസ്കോ കേസിലെ പ്രതി തന്നെ ആയേനെ. അതിനുള്ള മൈൻഡ് ഹരിക്കില്ലാഞ്ഞിട്ടല്ല, അത് അവള് സമ്മതിക്കാഞ്ഞിട്ടാണ്. അവന്റെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുള്ളത് കൊണ്ടല്ലേ അവൻ ഇത്രയും ചിന്തിക്കാനും ചെയ്യാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് ഹരിക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ജയില് തന്നെ അങ്കിളെ. അവൻ ജയിലിൽ കിടക്കണം. പിന്നെ ഇങ്ങനെ ഒരാൾക്ക് തടവ് ശിക്ഷ മാത്രം കൊടുത്താൽ പോരാ, മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും കൂടി വേണം. അത്രയ്ക്കും വൈകൃതമായ സ്വഭാവവും തലച്ചോറുവാ അവൻ്റേത്. എന്നോട് എന്താ ചെയ്തതെന്ന് അങ്കിളിന് അറിയാലോ. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് വിവരിക്കണ്ടല്ലോ. ഞാൻ അവന് വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കില്ല. അതിനെനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല. ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയായി പോവും അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് അങ്കിളിനോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അതെന്തിനാ അങ്കിളെ വെറുതെ കളയുന്നത്? ആ വില എന്തിനാ കളയുന്നത്? അല്ല, രഞ്ജിനിക്കാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അങ്ങും പിങ്ങും എങ്ങും നോക്കാതെ ലോകത്തിന്റെ അങ്ങേയറ്റം വരെ പോയി ഏറ്റവും വലിയ ശിക്ഷ വരെ മേടിച്ചു കൊടുക്കത്തില്ലേ? ഇല്ലേ അങ്കിളെ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്കിളെ? എനിക്ക് എന്തായാലും ഹരിയുടെ കാര്യത്തില് സഹായിക്കാൻ പറ്റത്തില്ല അങ്കിളെ. പറ്റത്തില്ലെന്നല്ല, താല്പര്യം ഇല്ല. ഞാൻ അങ്ങോട്ടേക്ക് ചിന്തിക്കുന്ന കൂടിയില്ല. അതുകൊണ്ട് അങ്കിള് എന്നോട് ക്ഷമിക്കണം. അങ്കിള് പിന്നെ ഒരു കാര്യം ചെയ്യേ, ശരണ്യയുടെ വീട്ടുകാരെ കണ്ട് ഒന്ന് സംസാരിക്ക്. എന്നാ പിന്നെ ഞാൻ വൈജയന്തിയെ പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവശങ്കർ മേനോൻ അവിടുന്ന് പോകാൻ തുടങ്ങാണ്. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അല്ലങ്കിളെ, അങ്കിളിന് എന്നോട് വിരോധമൊന്നും ഇല്ലല്ലോ? ഹായ്, വിരോധമൊന്നുമില്ല മോളെ. അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. പക്ഷെ മകനായി പോയില്ലേ, അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്ര. ഏതായാലും ഞാന് ഒന്ന് ജയന്തിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ, അവളെ കൂടി ഒന്ന് കാണണം. അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ അങ്കിളിനോട് പറയാനുണ്ട്. എന്താ എന്താ പറയാനുള്ളത്? അത് പിന്നെ മേഡം ഇന്നലെ രാത്രി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അവള് വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാന് ഇവിടെ നിന്ന് ഒഴിവായി തരണമെന്ന് പറയാൻ വേണ്ടിയാ അങ്കിളെ മേഡം വന്നത്. ഞാന് ഉള്ളത് കൊണ്ടാണ് ഈ കുടുംബം രണ്ടായി പോയത് എന്ന്. അല്ല, അലീന എന്ത് പറഞ്ഞു എന്നിട്ട്? ഞാൻ മേഡത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന്. ഏറിപ്പോയാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ പോകും. അതിനുശേഷം എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന്. അതല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടി എനിക്ക് എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന മേഡം പറയുന്നത്. മോളെ, അവക്ക് ഒന്നും അറിയത്തില്ലല്ലോ. അതിന്റെ അറിവില്ലായ്മ കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അറിവില്ലായ്മ ശരിയാ, അറിവില്ലായ്മയാണ് എല്ലായിടത്തെയും പ്രശ്നം. അല്ലേ അങ്കിളെ? അറിവുണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലേ? അതൊക്കെ പോട്ടെ അങ്കിളും കൂടെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാനിവിടെ നിന്ന് പോകുക എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ പിന്നെ അങ്കിളിന്റെ പെങ്ങളെ കാണാൻ വേണ്ടി ചെല്ല് എന്നും പറഞ്ഞ അലീന നമ്മുടെ ശിവശങ്കര മേനോന് അവിടുന്ന് പറഞ്ഞു വിടാനാട്ടോ. എന്നിട്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഒരു നിസ്സഹായ അവസ്ഥ തന്നെയാണ് അലീനയ്ക്ക്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ നമ്മുടെ അങ്കിള്, അതായത് ശിവശങ്കര മേനോൻ. അങ്ങനെ വാതിലെ ചെന്നിങ്ങനെ കൊട്ടുവാണ്. വൈജയാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ കുത്തിപ്പറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെന്ന് കൊട്ടിയിട്ട്, വൈജയ്
വാതിൽ തുറക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവേട്ടനാണോ ഇപ്പം വാതിൽ തുറക്കാന്ന്. ശിവേട്ടനായതുകൊണ്ട് എന്തോ ഒരു എന്താ പറയാ ഒരു വാതിൽ തുറക്കാനായിട്ട് ഏതായാലും വാതിൽ തുറന്ന ഉടനെ തന്നെ കേറി വാ. അല്ല ശിവേട്ടൻ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല നീ എന്തിനാ ഈ മുറി ലോക്ക് ചെയ്തിട്ടേക്കുന്നത്? ഇതുപോലെ തട്ടി വിളിച്ച് പെർമിഷൻ എടുത്തിട്ട് നിന്റെ റൂമിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും? ഓ, തുറന്നിട്ട് എന്നാത്തിന് ആര് വരാനേ ഇങ്ങോട്ടേക്ക്? എന്നോട് താല്പര്യം ഇഷ്ടമുള്ള ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഞാന് ഇവിടെ കിടന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാത്ത ഭർത്താവും നന്ദിയില്ലാത്ത മക്കളും. എന്റെ പൊന്നു വൈജെ, നിനക്ക് എന്താ സത്യം പറഞ്ഞാൽ പറ്റിയത്? അവരെല്ലാം ഉണ്ടല്ലോ, അവരുടെ സൈഡ് നിൽക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാണുമല്ലോ. അത്രയും ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്ക് ദൈവം തന്നിട്ടില്ലേ വൈജെ? അതൊന്നും ഓർക്ക്. ഓ, ദൈവം ആ ബുദ്ധി തന്നിട്ടുള്ളത് കൊണ്ടാണ് അവളുടെ കൈവേഷത്തിലും കണ്ണ് കാണിച്ചുള്ള മയക്കലിലും ഒക്കെ ഉണ്ടല്ലോ ഞാൻ മയങ്ങി വീഴാത്തത്. പിന്നെ വീഴാൻ കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിടെ അവിടെയൊക്കെ ആയിട്ട്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? വിളിച്ചു വരുത്തിയിട്ടില്ലെന്നോ? അല്ല, നീ തന്നെയല്ലേ ഇന്നലെ രാത്രി വിളിച്ചിട്ട് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ പൊന്ന് വൈജ, നീ എന്നെ പൊട്ടം കളിപ്പിക്കുവാണ് എന്നെ. ഞാൻ ഇന്നലെ രാത്രി എന്തോ അതിന് പറഞ്ഞത്? എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്? ശിവേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്നത്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? എന്നാ കാര്യത്തിനാ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്? വൈജെ, ഇവിടെ നീ നിന്റെ ഭർത്താവിന്റെ മക്കളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്? ഇത് നിന്റെയും കൂടെ വീടല്ലേ? ഓ, ഇതെന്റെ വീടല്ല ശിവേട്ട. അവളില്ലേ അവള്, അലീന ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇതെന്റെ വീടല്ല. ഇതിന് എനിക്ക് യാതൊരു അവകാശവും ഇല്ല. തെരുവ് വേശിക്കുണ്ടായി എവിടെയൊക്കെയോ വളർന്ന അവളുള്ള ഈ വീട് എന്റെ അല്ല. വൈജയ്, നീ സംസാരിക്കുന്നതിനെ കുറിച്ചും എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ചൊക്കെ വല്ല ബോധവും പൊക്കണമൊക്കെ ഉണ്ടോ നിനക്ക്? ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചെങ്കിലും. ഓ, അവളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ എന്റെ വായിലും വരത്തുള്ളൂ. ഞാൻ അലീനോട് സംസാരിച്ചായിരുന്നു വൈജയ്. നീയേ ഇവിടെ നിൽക്കാത്തതിന് തടസ്സം അവളാണെങ്കിൽ അവള് മാറിക്കോളാന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വൈജയ്, നീ സംസാരിക്കുന്നതിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിട്ടേ ഇനി സംസാരിക്കാവുള്ളൂ. അതെങ്കിലും നീ ഓർത്തോ. ഇല്ലെങ്കിൽ നീ ഒരുപാട് നാള് കഴിയുമ്പം സങ്കടപ്പെടേണ്ട വരും. അത് നീ ഓർത്തോ. ഇനി ഞാനൊരു കാര്യം പറയാം. അവള് 2 ആഴ്ച കഴിഞ്ഞ് പോകുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുവരെയെങ്കിലും ഒന്ന് നീ അടങ്ങാനോ? ഞാൻ അടങ്ങാം. ഞാൻ ഇന്നലെ രാത്രി അവളോട് സംസാരിച്ചു. എനിക്ക് എന്റെ വീടും എന്റെ പിള്ളാരെയും തിരിച്ചു വേണം ശിവേട്ട. അതിന് അവൾ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ബാലേന്ദ്രന്റെ കാര്യം എന്നും എനിക്കറിയത്തില്ല. അവൾ ഇവിടുന്ന് പോയാല് ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും അതുകൊണ്ട് അവസാനിക്കും. നിനക്കുറപ്പാണോ? അല്ല, നിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി തീരുവെന്ന്? അല്ല, വേറെന്താ ഇവിടെ പ്രശ്നം? അവളല്ലാതെ വേറെ എന്ത് പ്രശ്നം ഉള്ളത്? നിനക്ക് ഇത്ര ബോധവും ബുദ്ധി ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്നെ അറിയാമേലാഞ്ഞു എന്തറിയാഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഈ കുടുംബമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും പാടില്ല. അവള് ഇവിടെ വരാൻ പാടില്ല ഒരിക്കലും. അത് മാത്രം എനിക്ക് വേണ്ടത്. അല്ല, അവൾ ഇവിടുന്ന് പോകാന്ന് സമ്മതിച്ചല്ലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്ന് കിടന്ന് പറയുന്നത്? എനിക്ക് അവൾ ഇവിടുന്ന് പോണം. പിന്നെ വെറുതെ പോയാൽ പോരാ, പോയിട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരരുത്. ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ ഇനി അവളുമായിട്ടുള്ള യാതൊരു ബന്ധവും പാടില്ല. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഞാനങ്ങ് മാറിക്കൊടുത്തോളാം. അപ്പൊ പിന്നെ ആർക്കും അറിയേണ്ടി വരത്തില്ല, പറയേണ്ടി വരത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നു വൈജയ്, നീ വേറെ എങ്ങോട്ടേക്കും പോകരുത്. അലീന ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലോ, ആദ്യം അത് നടത്ത്, ബാക്കി പിന്നെ നോക്കാൻ. വൈജയ്, നീ ഒന്ന് ക്ഷമിക്ക്. നീ ഒന്ന് കുറച്ച് ടൈം കൊടുക്കവക്ക്. 2 ആഴ്ച എന്ന് പറഞ്ഞല്ലോ. ടൈം കൊടുത്തിട്ട് തന്നെയാ വൈജി ഇവിടെ നിൽക്കുന്നത്. വൈജയ്ക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ വൈജി ഇതൊക്കെ പറയുന്നത്. ഇനി ഒരിക്കലും വൈജയനെയെ മണ്ടിയാക്കാനും പറ്റിക്കാനും ആരെ കൊണ്ടും സാധിക്കില്ല. വൈജ ഇവിടെ നിൽക്കുന്നതേ തല ഉയർത്തിപ്പിടിച്ച ഒരിക്കലും വൈജ താന്നു പോവില്ല. അലീനയെ ഇവിടുന്ന് പറപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ഇത്രയും സഹിച്ചു നിന്നത് എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാ. ഇനി അങ്ങോട്ടേക്ക് എന്റെ മക്കൾക്ക് വേണ്ടി തന്നെയാ ഞാൻ ജീവിക്കുന്നതും, എന്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നതും. അവൾ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല. എന്റെ മക്കളും എന്നിൽ നിൽക്കത്തില്ല, എന്റെ മക്കളും എന്നിൽ നിന്നും അകന്നു പോകും എന്നൊക്കെ. ഏതായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ശിവശങ്കര മേനോൻ പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും അലീനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയല്ല രേവതി ഫോൺ വിളിച്ചിട്ട് പനിയൊക്കെ മാറിയല്ലോ അല്ലേ? അല്ല, വീട്ടു ജോലിക്കാരി ഡ്യൂട്ടി ഏറ്റെടുത്തോ? അത് പിന്നെ ബബിതയും കൃഷ്ണമോളും സമ്മതിക്കുന്നില്ലെന്നേ. അവരെ എല്ലാം ചെയ്യുന്നത്. എനിക്ക് റെസ്റ്റ്
തന്നേക്കുക. അല്ല ചേച്ചി ഇപ്പൊ അവിടെ ഒരു കൊച്ചമ്മയാണോ? ഉം ആയിട്ടില്ല, വേണമെങ്കിൽ ആകാം. പക്ഷേ ഭരണം കയ്യിൽ നിന്ന് പോയി. ആ ഇപ്പൊ ആരാ അവിടെ പുതിയ മുഖ്യമന്ത്രി? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ബബിത. അവള് ഓർഡർ ഇടും, എല്ലാവരും അനുസരിച്ചോണം. അല്ല തിരിച്ചു കിട്ടും എന്നേലും ചെങ്കോലും കിരീടവും. ഉം തിരിച്ചെടുക്കണം ചെങ്കോലും കിരീടവും. അല്ല വൈജയന്തി മാഡം എന്ത് ചെയ്യുന്നു? ആ എനിക്ക് റെഡ് ലൈൻ തന്നേക്ക, ഉടനെ ഇവിടുന്ന് പോണം. ഇനി മേഡം ക്ഷമിക്കുന്ന പ്രശ്നമില്ലെന്ന്. അല്ല എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞത്? അലീന ചേച്ചി ഞാന് പോയിക്കോളാന്ന് പറഞ്ഞു. ഷോ അല്ല അവിടെ നിന്നെല്ലാം ഇട്ടിട്ട് പോരാനോ? ഉം അവരുടെ വീടല്ലേ മോളെ ഇത്, അവരുടെ ഫാമിലി അല്ലേ ഇത്. ഞാനാരാ? ഞാന് വെറും ഒരു നുഴഞ്ഞു കയറ്റക്കാരി. ആ ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന കുടുംബമാന്നാ പറയുന്നത്. എനിക്കിവിടെ കടിച്ചു തൂങ്ങി കിടക്കാന് എന്താ അവകാശമുള്ളത്? അല്ല എന്നാലും അവരുടെ മോളല്ലേ അലീന ചേച്ചി, ആ സ്ത്രീ പ്രസവിച്ചതല്ലേ. എനിക്ക് ഈ ഫാമിലിയിൽ ഒരു സ്ഥാനവും ഇല്ല മോളെ. ഇല്ലാത്തത് കൊണ്ടല്ലേ അമ്മ എന്നെ ഉപേക്ഷിച്ചതും ഞാന് സ്നേഹനികേതനിൽ ജീവിച്ചതും ഒക്കെ. ഇപ്പോഴും വേലക്കാരി എന്ന സ്ഥാനത്തല്ലാതെ എവിടെ വെച്ചാലും ഞാൻ കൂട്ടിക്കെട്ടിയ പോലെ മുഴച്ചിരിക്കും. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? അധികപ്പറ്റെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് അതിന്റെ അർത്ഥം. വേറെ എങ്ങും തിരയണ്ട. ഈ അധികപ്പറ്റ ആരാന്നറിയാമോ? അത് ഞാനാണ്, അതിന്റെ ഹോൾസെയിലാ. അല്ലേ മോളെ? എന്തോ അലീന ചേച്ചി ഇത്. അലീന ചേച്ചിക്ക് നീതി കിട്ടണ്ടേ? അത് തരേണ്ടവര് തരണ്ടേ? അത് വേറെ ആര് തരും അലീന ചേച്ചിക്ക്? ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും ഒക്കെ അല്ലേ നീതി തരേണ്ടത്. മോളെ ഒരിടത്തും എന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. സ്പേസ് ഇല്ല എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാന്. എവിടെ കൊണ്ടുവച്ചാലും ചാടിപ്പോകും. പിന്നെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നെ ഉപേക്ഷിച്ചത്. ദേ എന്റെ പൊന്നി ചേച്ചി, എനിക്കൊന്നും അറിയത്തില്ല. ഇത് വലിയൊരു കടങ്കഥയാ. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടാവുന്നതെന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മോക്ക് മനസ്സിലായല്ലോ രേവതിക്ക്? ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകും, വൈകാതെ തന്നെ ഇവിടുന്ന് പോകും. അല്ല എങ്ങോട്ട് പോകും? എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടും. അത് പിന്നെ ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ ചിന്നുമോളുടെ കാര്യമാണേ. ആ പറ, എന്താ ചിന്നുമോളുടെ കാര്യം? അത് പിന്നെ ചിന്നുമോളെ അഡോപ്റ്റ് ചെയ്യാന് ഒരു മേഡം ഓഫനേജില് വന്നിരുന്നെന്നാ പറഞ്ഞത്. ത്യാഗ മന്ദിരത്തിൽ നിന്നേ മദർ സുപ്പീരിയൻ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ വെറുതെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ മോളെ? ആ അവര് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്നുണ്ട്, അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിന്നുമോളെ കണ്ടപ്പം അവളെ കൂടി വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുക. ത്യാഗ ഭവൻകാർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതില്ല. നമ്മള് രണ്ടുപേരുടെയും പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അല്ല അതിനാ അവര് വിളിച്ചത്, നമ്മുടെ രണ്ടുപേരെയും പെർമിഷൻ മേടിക്കാനായിട്ട്. അല്ല എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറയാനാ അലീന ചേച്ചി? അലീന ചേച്ചിയോടും കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു, എന്നിട്ടൊരു തീരുമാനം പറയാന്ന് പറഞ്ഞു. അല്ല നല്ല കൂട്ടരാണോ അഡോപ്റ്റ് ചെയ്യുന്നത്? സിസ്റ്റേഴ്സ് ശരിക്കും അന്വേഷിച്ചോ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരുവല്ലയിലെ ഒരു റിച്ച് ഫാമിലിയാ. ചിന്നുമോളെ വിട്ട് കൊടുത്താല് ഒരു 5 lakhs ഒക്കെ ഉണ്ടല്ലോ, ഡൊനേഷൻ കൊടുക്കും ത്യാഗഭവന്. അത് നല്ല ഐഡിയ ആണല്ലോ. എന്നാ പിന്നെ കുറെ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ. 5 ലക്ഷത്തിന് നമ്മുടെ ചിന്നുമോളെ വിൽക്കണമെന്നാണോ അലീന ചേച്ചി പറയുന്നത്? വിൽക്കുമല്ലല്ലോ മോളെ, അവക്ക് ഒരു അച്ഛനും അമ്മയും കിട്ടില്ലേ, നിനക്ക് കിട്ടിയ പോലെ തന്നെ. അതല്ലേ അവക്ക് വേണ്ടത്. അവക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും സൗഭാഗ്യത്തോടെ ജീവിക്കാൻ പറ്റൂല്ലോ. നമ്മൾ അതല്ലേ മോളെ നോക്കേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ ചിന്നുമോളെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് അവളെ കാണാനുള്ള കൊതി അല്ലല്ലോ വലുത്. അവക്ക് കിട്ടിയേക്കാവുന്ന വലിയ ജീവിതമല്ലേ നമ്മൾ മുന്നിൽ കാണേണ്ടത്. അപ്പൊ ഞാൻ എന്നതാ അവരോട് പറയേണ്ടത്? അനിയൻ പറഞ്ഞതാ, ദേ നീയേ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ, ഞാനും കൂടി ഒന്ന് ഫ്രീ ആയിക്കോട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ പിന്നെ ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ രേവതിക്കാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയാട്ടോ ചിന്നുമോളെ വിട്ടുകൊടുക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നതാണ് ശരിയാ, കൊച്ചിന്റെ ഭാവിക്ക് അതാണല്ലോ നല്ലത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരണ്യയുടെ അച്ഛനാണ്. അപ്പൊ ശരണ്യയുടെ അച്ഛൻ ഇങ്ങനെ എന്തോ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പം ശരണ്യയുടെ അമ്മ എടുത്തോണ്ട് വന്ന് കൊടുക്കുകയാണത്. ആരാണ്ട് വിളിക്കുന്നു, ഏതാണ്ട് ഒരു നമ്പർ ആണല്ലോ എന്ന്. അപ്പം ശരണ്യയുടെ അച്ഛൻ ഫോൺ എടുത്തുട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ശിവശങ്കര മേനോനാണ് വിളിക്കുന്നത്. അങ്ങനെ ശിവശങ്കര മേനോൻ, ഹലോ മിസ്റ്റർ പ്രഭാകരൻ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതെ പ്രഭാകരൻ തന്നെയാണ്. വിളിക്കുന്നത് ആരാണ്? എന്റെ പേര് ശിവശങ്കര മേനോൻ എന്ന. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രഭാകരൻ അതങ്ങ് പിടികിട്ടിയില്ല കേട്ടോ. ശരണ്യയുടെ അച്ഛൻ അങ്ങ് പിടികിട്ടിയില്ല. അപ്പം ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമില്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് പരിചയം കാണുന്നത്? അതെനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് പിന്നെ ഞാനൊരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ക്ഷമയോടുകൂടി നിങ്ങൾ കേൾക്കണം.
എന്താന്ന് വെച്ചാ കാര്യം പറ താന്, എന്താന്ന് വെച്ചാ പറയ്, ഹലോ പറയ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കര മേനോൻ പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി, അത് ഒരച്ഛനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അറിയാം. ആ കുട്ടിക്ക് വലിയ ദുഃഖവും അപമാനവും ഒക്കെ ഉണ്ടായി. ആ കുട്ടി ആ കുട്ടി സമൂഹത്തിന് മുമ്പിൽ ഒരുപാട് അപമാനപ്പെട്ടു. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാനായിട്ട്? അത് പിന്നെ ആ കേസിലെ ഒന്നാം പ്രതിയായ ഹരിശങ്കര മേനോന്റെ അച്ഛനാണ് ഞാന്. ഓഹോ, ആ തെണ്ടിയുടെയോ, ആ ചെറ്റയുടെ അച്ഛനോ? ആഹാ, താനെന്തിനാണോ ഇങ്ങോട്ട് വിളിച്ചത്? അത് പിന്നെ ഞാൻ പറയുന്നത് സമാധാനപരമായി. വേണ്ട, താൻ ഏത് സമയത്താണോ ഇതുപോലെ ഒരു ജന്തുവിനെ ജനിപ്പിച്ചത്, കൊന്നുകളയത്തില്ലായിരുന്നോ? ഇതുപോലെ ഒരു തന്റെ തന്തയാണെന്ന് പറഞ്ഞ് എന്തിനാണോ താൻ ജീവിക്കുന്നത്? നാണമുണ്ടോ? ഒരു മുഴക്കയറെടുത്ത് തനിക്ക് തൂങ്ങിച്ചാകാൻ പാടില്ലായിരുന്നോ? തന്റെ മകനുണ്ടല്ലോ, ദേ മനുഷ്യവർഗത്തിന് മാത്രമല്ല, കൈയും കാലും ഉള്ള സകല ജന്തു വർഗത്തിനും നാണക്കേടാ. അല്ല, ശരിയാ പ്രഭാകരൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്. എന്റെ മകൻ കൊള്ളരുതാത്തവൻ തന്നെയാണ്, എന്റെ മകൻ ദുഷ്ടനാണ്. എന്നാലും മകൻ എന്റെ ആയി പോയല്ലോ. എനിക്ക് ഒരച്ഛന്റെ ഒരച്ഛന്റെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവന് ശിക്ഷ കിട്ടട്ടെ. അവന് ജീവപര്യന്തത്തിനോ കഠിന തടവിനോ ഒക്കെ ശിക്ഷിച്ചോട്ടെ. പക്ഷെ ഇല്ലാത്ത കേസിന് എന്തിനാണ് അവനെ ശിക്ഷിക്കുന്നത്? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ മകൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എന്റെ എന്റെ മകൻ അവക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന് അവൻ ആണയിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ എന്റെ മകനെ പോസ്കോ കേസിലെ പ്രതിയാക്കിയത്? നിങ്ങളുടെ മകൾക്കറിയാം സത്യം എന്താണെന്ന്. ഞാനും വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കണ്ട. നിങ്ങളുടെ മകൾക്കറിയാലോ അത് സത്യമാണെങ്കിൽ അവനെ പോസ്കോ കേസിൽ നിന്നും ഒഴിവാക്കണം. അത് പറയാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വിളിച്ചത്. ചെയ്യാത്ത തെറ്റിന് അവനെ എന്തിനാ ശിക്ഷിക്കുന്നത്? നിങ്ങളെപ്പോലെ വേദനയും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ഒരച്ഛന്റെ അപേക്ഷയാണെന്ന് കരുതിക്കൂടെ? അവനെ ഞങ്ങൾ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലടോ. ബാലപീഡനം കൂടി ചേർക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അതും കൂടെ അവനെതിരെ ചേർക്കും. അവനെതിരെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞങ്ങൾ അവനെതിരെ ചെയ്തിരിക്കും. എന്റെ മകള് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാ അവനെ. എന്നിട്ട് പരനറച്ചൊറ്റ ചെയ്തത് എന്താ? എന്റെ മോളെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തു. എനിക്കിതൊന്നും പറയാൻ വയ്യ. പ്രഭാകര, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സമാധാനപരമായി ചിന്തിക്ക്. നിങ്ങളെപ്പോലെ ഒരു അച്ഛന്റെ അപേക്ഷയാണിത്. കള്ളക്കേസിലെ എന്റെ മകനെ കൊടുക്കരുത്, ദയവ് ചെയ്ത്. വേറൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളൊന്നും പറയണ്ട, പറയാത്തത് നല്ലത്. എനിക്ക് കാര്യം മനസ്സിലായി. ഇനി ഈ കാര്യത്തിൽ എന്നെ വിളിക്കുകയും വേണ്ട. ഞാൻ ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് പ്രഭാകരൻ ഫോൺ കട്ട് ചെയ്തോട്ടോ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ ഒരു അച്ഛന്? അതുപോലെ കാര്യം നടന്നിട്ട് ഒരു പോസ്കോ കേസിലെ പ്രതി ആക്കരുത് എന്നൊക്കെ പറഞ്ഞ അപേക്ഷ ആ അച്ഛന്റെ മുമ്പിൽ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ആ അപ്പന്. അപ്പം ശിവശങ്കരമേനോൻ വിളിച്ചത് സത്യം പറഞ്ഞാൽ തെറ്റായിപ്പോയി. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ കിട്ടേണ്ടതിന്റെ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും അതുപോലെ ബബിതയും കൃഷ്ണമോളും സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പൊ അവര് നമ്മുടെ രോഹിത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം അലീന എന്തോ സ്നാക്സ് ഒക്കെ തിന്നോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബബിതയോട് വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എന്നെ മറന്നല്ലേ, വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗൊക്കെ വിടുന്നുണ്ട് നമ്മുടെ കൃഷ്ണമോള്. അപ്പം നമ്മുടെ രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ രോഹിത്തിനെ എങ്ങനെയെങ്കിലും കോളേജിൽ വിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ആ അച്ഛനൊരു മൊരടനാണെന്നാ പറഞ്ഞത് ആ മാനേജ്മെന്റിലെ. അപ്പൊ അവരോട് ചെന്ന് സംസാരിക്കുമ്പം വല്ലതും നടക്കൂന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയും അതുപോലെ തന്നെ ശിവശങ്കര മേനോനും കൂടെ വേറൊരു വക്കീലും കൂടെ ഉണ്ട്, സംസാരിക്കുകയാണ്. അപ്പൊ ഇപ്പം ഇച്ചിരി പ്രശ്നം തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പം ഇലക്ഷൻ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊന്നും അങ്ങ് വലിയ രീതിയിൽ അങ്ങ് പിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആ വക്കീലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. കമലയും ശിവശങ്കര മേനോനും ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ഹരിന് ആ ഒരു ജാമ്യം കിട്ടണം. അതിനുവേണ്ടി ഇവര് മാക്സിമം എല്ലാ രീതിയിലും ഇവര് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.